ഹലോ ഗായ്സ്, ഇതിപ്പോൾ ഇന്ന് നമ്മളുടെ അഞ്ജിതേൻ്റെ ഹൽദിയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ വേഷം കാണുമ്പോൾ തന്നെ അറിയാം ഞാനൊരു ഹൽദിക്ക് പോകാൻ വേണ്ടി റെഡി ആവാൻ പോവുകയാണ്. സോ എൻ്റെ ചൈൽഡ്ഹുഡ് മുതലുള്ള ഫ്രണ്ടാണ്. അപ്പോൾ അവളുടെ ഒന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. അപ്പോൾ നമ്മളിന്ന് എല്ലാവരും കൂടിയിട്ട് ഞങ്ങളുടെ ക്ലോസ് സർക്കിളിലുള്ള ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ട്. അങ്ങനെ എല്ലാവരെയൊന്നും വിളിച്ചിട്ടില്ല, എന്നാലും നമ്മുടെ ക്ലോസ് സർക്കിളിലുള്ള കുറച്ച് പേരെല്ലാവരും കൂടി ചേർന്നിട്ട് ഇന്ന് അവളുടെ ഹൽദി നമ്മളെല്ലാവരും കൂടി എൻജോയ് ചെയ്ത് അടിപൊളിയാക്കാൻ പോവുകയാണ്. ഇനി എനിക്ക് റെഡി ആവണം, സമയം ഒരുപാടായി. ഇനി അധികം സംസാരിച്ച് നിൽക്കാൻ ടൈം. ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. അപ്പോൾ എൻ്റെ ഡ്രസ്സ് വരുന്നത് ഇത്തരത്തിലുള്ള ഒരു അംബർല കട്ടില്ല, ഭയങ്കര ഫ്ലെയർ ആയിട്ട് വരുന്നൊരു അംബർല കട്ട് സ്കേർട്ടും ഒരു ടോപ്പാണ് കേട്ടോ. ഒരു വൈഡ് നെക്ക് വരുന്ന ഒരു ടോപ്പും ബാക്കിലും അതുപോലെ തന്നെ അത്യാവശ്യം വൈഡായിട്ട് വരുന്ന ഒരു ടോപ്പാണ് വരുന്നത്. സോ ഇതാണ് ഇന്നത്തെ എൻ്റെ ഔട്ട്ഫിറ്റ്. നമുക്കൊരു ലൈറ്റ് മേക്കപ്പും കൂടി ചെയ്തിട്ട് പെട്ടെന്ന് റെഡിയാവും. ഇപ്പോൾ സമയം 6:56 ആണ്. ആക്ച്വലി 7:15 പോകാമെന്നാണ് നമ്മൾ ഫിക്സ് ചെയ്തിട്ടുള്ളത്. സോ ഇനി നമ്മളുടെ കയ്യിലുള്ളത് ജസ്റ്റ് ഒരു 15 to 20 മിനിറ്റ്സ് മാത്രമാണ്. അതിനുള്ളിൽ നമുക്ക് ഹെയർ റെഡിയാക്കണം, ഫേസ് മേക്കപ്പ് ചെയ്യണം, റെഡിയാവണം. ആക്ച്വലി ഇതൊക്കെ എൻ്റെ കവറപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഏഷ്യൻ പെയിൻറ്റ്സ് അല്ല, നിപ്പോൺ ഏഷ്യനും കൂടി കലക്കി അടിക്കണം ഗൈസ്. അത്ര മുഖത്ത് കറുത്ത പാടും കുരുവൊക്കെ. ഇപ്പം ഞാൻ ആദ്യം ടോണർ അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ടോണർ അങ്ങനെ ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് നെക്സ്റ്റ് മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കാം. മോയ്സ്ചറൈസർ എടുത്തിട്ടുണ്ട്. ഞാൻ ഏതാ ബ്രാൻഡൊന്നും ഇപ്പോൾ കാണിക്കുന്നില്ല. സോ നെക്കിലും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് മോയ്സ്ചറൈസ്. പ്രൈമറൊന്നും ഞാൻ ഇടുന്നില്ല, ഡയറക്റ്റ് ഞാൻ ഇനി കൺസീലറാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. എൻ്റെ മുഖത്ത് ഒക്കെ നിറയെ ബ്ലാക്ക് മാർക്സ് ഉണ്ട്. സോ അതെല്ലാം എനിക്ക് കവർ ചെയ്യണം. എന്നാൽ പോലും അങ്ങനെ അൾട്രാ കവറേജ് ഒന്നും കിട്ടില്ല. എങ്കിൽ പോലും ചെറിയ രീതിയിലൊന്നും നമുക്ക് ഹൈഡ് ചെയ്യാം. എന്തൊക്കെയാണ് ഇത്രയും കറുത്ത പാടുകൾ ഹൈഡ് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. എന്നാൽ പോലും നമുക്ക് ചെറിയ രീതിയിലൊന്ന് കവർ ചെയ്തെടുക്കാം. ഇതെല്ലാം തീർന്നു, ബട്ട് കുഴപ്പമില്ല. എന്ത് മേക്കപ്പ് ഇടുമ്പോഴും ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം നല്ല രീതിയിൽ തന്നെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ പുട്ടി അടിച്ച പോലെ നമുക്ക് കാണുന്നവർക്ക് തന്നെ അറിയാൻ പറ്റും. ആക്ച്വലി ഒരു മേക്കപ്പിൻ്റെ ഏറ്റവും ഫിനിഷിങ് പാർട്ട് എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന ബ്ലെൻഡിങ് ആണ്. സോ നല്ല രീതിയിൽ തന്നെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ അതിന് വേണ്ടിയിട്ട് ബ്ലെൻഡറൊന്നും എടുക്കുന്നില്ല, എൻ്റെ ഫിംഗേഴ്സാണ് എൻ്റെ ബ്ലെൻഡ്. ഓക്കെ, നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ. എൻ്റെ കൺസീലർ, എനിക്ക് കണ്ണിനടിയിൽ ഡാർക്ക്നെസ് ഇല്ല, എന്നാൽ പോലും ആദ്യം ഒന്ന് കവർ ചെയ്യണം. നല്ല രീതിയിൽ തന്നെ ഞാൻ ബ്ലെൻഡ് ചെയ്ത്, നിങ്ങൾക്ക് ആ ഡിഫറൻസ് കാണാൻ പറ്റും അല്ലേ? കൺസീലർ ഇട്ടതിന് ശേഷം എത്രത്തോളം അത് കവറായി ബ്ലാക്ക് മാർക്സ് എല്ലാം. ആക്ച്വലി എനിക്ക് ക്യാമറ നോക്കിയിട്ട് കറക്റ്റ് അറിയുന്നില്ല എത്രത്തോളം ഫിനിഷിങ് ആയിട്ട് വന്നിട്ടുണ്ടെന്ന്. എനിക്ക് കണ്ണാടി നോക്കി ചെയ്തിട്ടാണ് ശീലം. സോ കുഴപ്പമില്ല. നല്ല രീതിയിൽ തന്നെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നമ്മൾ എത്ര നേരം ബ്ലെൻഡ് ചെയ്യണമെന്നല്ല, നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്യുന്ന സമയത്താണ് ആ ഒരു നമ്മൾ ഇട്ടത് അറിയാത്ത പോലെ ഒരു ഫിനിഷിങ് നമുക്ക് കിട്ടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ കാണുമ്പോൾ തന്നെ അറിയാം നമ്മൾ പുട്ടി വാരി ഇട്ടിട്ടുണ്ട്. ആക്ച്വലി കുറേ പേരുടെ മിസ്റ്റേക്ക് അതാണ്, ബ്ലെൻഡ് ചെയ്യുന്നത് കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് എടുത്തറിയാം നമ്മൾ പുട്ടി ഇട്ടതാണെന്നുള്ളത്. സോ ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം അത്യാവശ്യം കവറേജ് കിട്ടിയിട്ടുണ്ട്. എൻ്റെ കയ്യിലുള്ള പ്രോഡക്റ്റ്സ് അങ്ങനെ സൂപ്പർ പ്രോഡക്റ്റ്സ് ഒന്നുമല്ല, എൻ്റെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന കുറച്ച് പ്രോഡക്റ്റ്സാണ്. സോ അത്യാവശ്യം കവറേജ് കിട്ടിയിട്ടുണ്ട്. സോ അപ്പോൾ നല്ല രീതിയിൽ ഞാൻ ബ്ലെൻഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് എന്ത് വേണം? ഫൗണ്ടേഷൻ. നമ്മൾ എന്ത് കെട്ടിപ്പടുത്തുമ്പോഴും എന്തോ സാധനം, ആ സാധനം ചെയ്യുന്നതിന് മുന്നേ നമ്മൾ എന്ത് വേണം? ഫൗണ്ടേഷൻ വേണം. സോ നമുക്കിനി നെക്സ്റ്റ് ഫൗണ്ടേഷനിലേക്ക് കിടക്കാം.
അയ്യോ 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 ഈ കൂടിപ്പോയി. കുഴപ്പമില്ല, കൂടിപ്പോയി എന്ന് തോന്നുന്നു, ബട്ട് കുഴപ്പമില്ല. നമുക്കിത് ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇതാണോ നിൻ്റെ ലൈറ്റ് മേക്കപ്പ് എന്ന്? ആക്ച്വലി ഇത്രയും ചെയ്യുന്നതും ലൈറ്റ് മേക്കപ്പാണ്. ഇതിലും കൂടുതൽ ചെയ്യുന്നവരുണ്ട്. ആക്ച്വലി കോണ്ടോറിങ് അങ്ങനെയൊക്കെ ഞാൻ പണ്ട് ചെയ്യായിരുന്നു. ഇപ്പോൾ എനിക്ക് മടിയാണ് കോണ്ടോറിങ് ഒക്കെ ചെയ്യാൻ. പിന്നെയുള്ള സാധനങ്ങളൊക്കെ തീർന്നു പോയി. നമ്മൾ എന്ത് ഫേസിലിടുമ്പോഴും നെക്കിലും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഫേസിലേക്ക് മാത്രം ചെയ്തത് നമുക്ക് നന്നായിട്ട് അറിയാൻ പറ്റും. ഫേസ് ചെയ്യുമ്പോൾ നെക്ക്, അതുപോലെ തന്നെ നമ്മളുടെ ഇയർ, അതും കൂടി നമ്മൾ കവർ ചെയ്ത് കൊടുക്കണം. അപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഈ ഒരു സൈഡും അല്ലേ, ഫൗണ്ടേഷൻ ഇട്ടതും ഇടാത്ത സൈഡും. സോ നമുക്ക് ഈ ഭാഗം കൂടി നല്ല രീതിയിൽ നമ്മൾ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ആക്ച്വലി ഏറ്റവും നല്ല ബ്ലെൻഡർ നമ്മുടെ ഫിംഗേഴ്സ് തന്നെയാണ് കേട്ടോ. നന്നായിട്ട് ഡാബ് ചെയ്ത് കൊടുത്താൽ മതി, നല്ല രീതിയിൽ തന്നെ അത് ബ്ലെൻഡായി കിട്ടും നമുക്ക്. അല്ല, ബ്ലെൻഡർ യൂസ് ചെയ്യുന്നവർക്ക് അത് യൂസ് ചെയ്യാം. എനിക്ക് ഫിംഗേഴ്സ് തന്നെയാണ് എൻ്റെ കംഫർട്ട്. ഇതിൽ ബ്ലെൻഡർ ഉണ്ട്, പക്ഷെ ഞാൻ അത് യൂസ് ചെയ്യില്ല. എനിക്ക് ഫിംഗറിൽ കിട്ടുന്ന ഫിനിഷിംഗ് ആണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മൾ നല്ല രീതിയിൽ തന്നെ ബ്ലെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം അത്യാവശ്യം എൻ്റെ ആ ഒരു പിമ്പിൾസിൻ്റെ കുറച്ചൊക്കെ ഹൈഡ് ആയിട്ടുണ്ട്. ബ്ലാക്ക് മാർക്സ് നല്ല രീതിയിൽ തന്നെ നമുക്ക് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ നെക്സ്റ്റ് ഇടാൻ പോകുന്നത് പൗഡറാണ് കേട്ടോ. നമ്മൾ ഫൗണ്ടേഷൻ ഇട്ടിട്ട് ചിലവർക്ക് ആ ഒരു ഓയിലി ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ട് പൗഡർ ഇടാതിരിക്കുന്നവരുണ്ട്. ആക്ച്വലി അതിനുള്ള ഫൗണ്ടേഷൻ വേറെയാണ്. അപ്പോൾ ഇതിൽ വന്നിട്ട് പൗഡർ ഇട്ടാൽ മാത്രമേ നമുക്ക് ഫൗണ്ടേഷൻ ആണെന്നുണ്ടെങ്കിൽ എന്ത് മേക്കപ്പ് ആണെങ്കിലും അത് കുറച്ചൊന്നും കൂടി ലാസ്റ്റ് ചെയ്യുള്ളൂ. സോ ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് സെറ്റിംഗ് പൗഡർ ഇട്ട് കൊടുക്കണം. എൻ്റെ കയ്യിൽ സെറ്റിംഗ് പൗഡർ ഒന്നും ഇല്ല. നമുക്ക് സാധാരണ നമ്മുടെ ജോൺസൺസ് ബേബി പൗഡറൊക്കെ ഇട്ട് അങ്ങോട്ട് സെറ്റ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് കണ്ണാണ് ചെയ്യേണ്ടത്. ഐ ഷാഡോ പാലറ്റ് എടുക്കുന്നുണ്ട്. ഞാൻ കണ്ണിൽ അധികം ചെയ്യുന്നില്ല. അത് നമുക്കൊരു ബേസും ജസ്റ്റ് ഒരു ഗ്ലിറ്ററിങ് കൂടി ഇട്ട് കൊടുക്കാം. സോ ഞാൻ ബേസായിട്ട് ഇടുന്നത് ഇതാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ ഒരു ഷെയ്ഡ് നമ്മൾ ബേസായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ ഇവിടെ ഇടുന്നില്ല കേട്ടോ, എനിക്ക് കണ്ണാടി നോക്കി ഇട്ടാലേ ശരിയാവുള്ളൂ. അപ്പോൾ ഞാൻ എൻ്റെ കണ്ണിൻ്റെ ബേസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ എന്തിടുമ്പോഴും ബ്ലെൻഡിങ്ങിലാണ് കാര്യം. സോ നമുക്ക് ഇനി ഒരു ജസ്റ്റ് ഒരു ഗ്ലിറ്ററിങ് ആയിട്ടുള്ള ഇതും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. കഴിഞ്ഞു കേട്ടോ. എൻ്റെ കണ്ണിപ്പോൾ കാണുമ്പോൾ ഒന്നുകൂടെ ഒരു വലുതായ പോലെ. അതാണ് നമ്മളുടെ ബേസ് എപ്പോഴും ലൈറ്റും അതിൻ്റെ മുകളിൽ ഇടുന്ന ഈ സൈഡ് ഷെയ്ഡ്സ് എല്ലാം നമ്മൾ എന്ത് ചെയ്യും, കുറച്ച് ഡാർക്കൺ ഷെയ്ഡ്സ് ഇട്ട് കൊടുത്തു എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണ് ഒന്നുകൂടെ ഒന്ന് എൻലാർജ് ചെയ്ത് കാണാൻ പറ്റും. സോ ഇനി നമുക്ക് നെക്സ്റ്റ് എന്ത് ചെയ്യാം, ഐലൈനർ ഇട്ട് കൊടുക്കാം കേട്ടോ. ഐലൈനറും എനിക്കിവിടെ നോക്കിയിട്ട് കഴിഞ്ഞാൽ ശരിയാവില്ല. സോ ഞാനത് കണ്ണാടി നോക്കിയിട്ട് തന്നെയാണ് ഇടുന്നത്. സോ ഞാൻ ഐലൈനർ ഇട്ടിട്ട് കാണിച്ചു തരാം. സോ ഇപ്പോൾ ഞാൻ ജസ്റ്റ് എൻ്റെ കണ്ണ് പലരും പറയാറുണ്ട് ഉറങ്ങിയ പോലത്തെ കണ്ണാണ്. ആണോ ഗൈസ്? എൻ്റെ കണ്ടിട്ട് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ, ഉറങ്ങിയ കണ്ണ് പോലെ? സോ അതുകൊണ്ട് ഞാൻ ചെറുതായിട്ടൊന്ന് വാലിട്ടിട്ടാണ് കണ്ണെഴുതി കൊടുക്കുന്നത്. സോ ഇനി നമുക്ക് നെക്സ്റ്റ് മസ്കാര ഇട്ട് കൊടുക്കാം. പലർക്കും മസ്കാര എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യാന്നറിയില്ല. ആക്ച്വലി ഇത് പൊന്തി നിൽക്കുന്ന, ഇത് ആക്ച്വലി ചെറിയൊരു ഇങ്ങനെ ഒരു പ്രൊജക്ഷൻ ഒരു ആ ഷേപ്പിലാണ്. ഈ പൊന്തി നിൽക്കുന്ന ഭാഗം വെച്ചിട്ട് വേണം മുകളിലോട്ട് ഇടാൻ. ഈ താഴ്ന്ന ഭാഗം വെച്ചിട്ട് വേണം
നമ്മൾ താഴോട്ടിടുക. അതുകൊണ്ടാണ് പലരുടെയും താഴെയെല്ലാം ആയി പോകുന്നത്. ഓക്കെ, ഇതിപ്പോൾ നമ്മളുടെ ഫേസ് മേക്കപ്പ് ഏകദേശം കഴിഞ്ഞു. ഇനി നമ്മളുടെ ഈ ടോട്ടൽ ഔട്ട്ലുക്കിനെ നമുക്ക് എൻഹാൻസ് ചെയ്യുന്ന സാധനം എന്താണെന്ന് അറിയാം? നമ്മൾ എത്ര മേക്കപ്പ് ചെയ്താലും നമ്മളുടെ ഫേസിനെ എൻഹാൻസ് ചെയ്യുന്ന സാധനമാണ് ലിപ്സ്റ്റിക്. ഓക്കെ, നമ്മളത് ഒരു ഫംഗ്ഷൻ നിങ്ങളൊന്നും ചെയ്തില്ലെങ്കിലും നല്ല രീതിയിൽ ലിപ്സ്റ്റിക് ഇട്ട് പോയിക്കഴിഞ്ഞാൽ നിങ്ങളുടെ കടയിൽ നല്ല മേക്കപ്പ് ചെയ്ത ഒരാളാണെന്ന് പറയും. കാരണം ലിപ്സ്റ്റിക്കിന് അത്രയും പവർ ഉണ്ട് ഗൈസ്. ഞാനൊരു ന്യൂഡ് ഷെയ്ഡാണ് ഇട്ട് കൊടുക്കുന്നത്. യെല്ലോ അല്ലേ ഡ്രസ്സ്, ഒരുപാട് ഡാർക്ക് ഷെയ്ഡ് ഇട്ട് കൊടുക്കുന്നില്ല, ഒരു ന്യൂഡ് ഷെയ്ഡാണ് ഇട്ട് കൊടുക്കുന്നത്. നല്ല രസമുള്ള എൻ്റെ ഫേവറേറ്റ് ഷെയ്ഡാണ്. സോ ഇപ്പോഴാണ് നമ്മളുടെ എന്തായ ലുക്ക് കംപ്ലീറ്റ് ആയതല്ലേ. ഇനി നമുക്ക് ഹെയർ. ഞാനൊന്നൊരു ഫ്രഞ്ച് ബ്രൈഡ് കെട്ടാമെന്ന് വിചാരിക്കുന്നുണ്ട്. ആക്ച്വലി ഇങ്ങനെ കെട്ടിയാലോ? വേണ്ട, ഫ്രഞ്ച് ബ്രൈഡ് കെട്ടാം. എൻ്റെ ഒരു ആഗ്രഹമില്ലേ ഗൈസ്, അത് കെട്ടാം നമുക്ക്. ഒരു പാർട്ടീഷൻ എടുത്തിട്ട് അതിലേക്ക് ആഡ് ഓൺ ചെയ്യാൻ നിൽക്കി ആഡ് ചെയ്ത് കൊടുക്കാം. ഹെയർ കട്ടിങ് ചെയ്യാതെ എൻ്റെ ഹെയർ എല്ലാം വളർന്ന് വൃത്തികേടായിട്ടുണ്ട്. സോ ഇനി നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ഇയറിങ്സ് ഇട്ട് കൊടുക്കാം. എൻ്റെ മേക്കപ്പ് എന്നുള്ളതെല്ലാം ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഞാൻ ചെയ്തതെല്ലാം വൃത്തിയായിട്ടുണ്ടോ നന്നായിട്ടുണ്ടോ എന്നെല്ലാം ഒന്ന് കമൻറ്റ് ചെയ്യുക. സോ നെക്സ്റ്റ് ടൈം ഞാൻ ഓരോ തവണ ഞാൻ ഇമ്പ്രൂവ് ചെയ്യുന്നതായിരിക്കും. സോ ദിസ് ഈസ് മൈ ഫൈനൽ ഔട്ട്ലുക്ക്. സോ എൻ്റെ ഫൈനൽ ഔട്ട്ലുക്ക് ഞാൻ ഫുള്ളായിട്ട് കാണിച്ചു തരാം. സോ ഇതാണ് കേട്ടോ ഇന്നത്തെ ഫൈനൽ ഔട്ട്ലുക്ക്. സോ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ താഴെ കാണുന്ന ബെല്ലൈക്കൺ നിങ്ങളുടെ അടിച്ചു പൊട്ടിക്കുക. ഓക്കെ ഗൈസ്.